പുതിയ ഓണക്കോടിയാണെന്ന് തോന്നുന്നു. ഗുരുവായൂർ യഥാർത്ഥത്തിൽ സെറ്റിൻ്റെ മുന്നിലല്ലല്ലോ അല്ലേ, യഥാർത്ഥത്തിലുള്ള ഗുരുവായൂർ അമ്പലനടയിൽ തന്നെയല്ലേ ജെയ്സൺ? തീർച്ചയായും. എന്താ, ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ ഏറ്റവും ആളുകളെല്ലാം വലിയ സന്തോഷം നിറഞ്ഞ് നിൽക്കുകയാണ്. ഓണം അതിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷത്തിലേക്ക് കടക്കുന്നു. ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഉത്രാടക്കുല സമർപ്പണം അല്പസമയത്തിനകം നടക്കും. ഇപ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിന് അകത്തേക്കൊന്ന് സൂം ചെയ്താൽ ആന, അതായത് ശീവേലി നടക്കുകയാണ്. ഈ ശീവേലി കഴിഞ്ഞ ശേഷമാണ് ഉത്രാടക്കുല സമർപ്പണം നടക്കുക. അതേസമയം തന്നെ എല്ലാ ദിവസവും ഗുരുവായൂർ ക്ഷേത്ര ജെയ്സൺ ആ ചിത്രം ഒന്ന് കാണിച്ചു കൊടുത്താൽ ഗുരുവായൂർ പോകാനൊക്കെ ഇന്നിപ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവും ഈ ഉത്രാടക്കുല കാഴ്ച സമർപ്പണത്തിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ കാഴ്ച ഗംഭീരമാണ്. എന്തായാലും നമ്മൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ നിന്ന് ആന പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്താണ് ഈ ഉത്രാടക്കുല സമർപ്പണം? ആ സംഭവം എന്താണ്? ഉത്രാടക്കുല സമർപ്പണമാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഉത്രാടക്കുല സമർപ്പണം. ഉത്രാടത്തിന് ഏറ്റവും സുന്ദരമായ ഒന്ന് ഭഗവാന് സമർപ്പിക്കാൻ ഭക്തരെത്തുന്നതാണ്. അതായത് ചെങ്ങാലിക്കോടൻ കുലകളാണ് പ്രധാനമായും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം. ചെങ്ങാലിക്കോടൻ കുല എന്ന് പറയുന്നത് ഈ നേന്ത്രക്കുലകളിൽ ഏറ്റവും ഗംഭീരമായ കുലകളാണ്. പ്രത്യേകം തയ്യാറാക്കുന്ന കുലകളാണ്. മാസങ്ങളെടുത്ത് പ്രത്യേകം പരിചരിച്ച് വളർത്തിയെടുക്കുന്ന കുലകളാണ്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഭക്തരൊക്കെ ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെങ്ങാലിക്കോടൻ കുലകളൊക്കെയും നിരന്നിരിക്കുകയാണ്. ആദ്യം ക്ഷേത്രത്തിനകത്ത് മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി ഭഗവാൻ ആദ്യത്തെ കാഴ്ചക്കുല സമർപ്പിക്കും. അതിനുശേഷം ദേവസ്വം ഭാരവാഹികളും പിന്നെ പ്രമുഖരായ വ്യക്തികളൊക്കെ കാഴ്ചക്കുല സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഇപ്പോൾ ഈ ഇരിക്കുന്ന ഭക്തർക്ക് അകത്തേക്ക് കടക്കാനായിട്ടുള്ള അവസരം ലഭിക്കുക. എത്ര നേരമായി വന്നിട്ട്? രാവിലെ 3 മണിക്ക് എത്തി. 4 മണിയോട്ട് ക്യൂവിൽ. കാഴ്ചക്കുല സമർപ്പണം ഇതിനാണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയൂ? ഞങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഇദ്ദേഹം വർഷങ്ങളായിട്ട് കാഴ്ചക്കുല വയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വന്നു. ഞാനും ഇപ്പോൾ കാഴ്ചക്കുല സമർപ്പിക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഈ കാഴ്ചക്കുല സമർപ്പിക്കുന്നത്? ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിലൊന്നാണ് കാഴ്ചക്കുല സമർപ്പണം. അതിനുവേണ്ടി നമ്മൾ ഓണത്തിന് മുൻപോടി ഉത്രാടത്തിന് അന്ന് കാഴ്ചക്കുല സമർപ്പണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് പ്രത്യേകം രീതിയിൽ കൃഷി ചെയ്ത് വളർത്തിയെടുത്തിട്ടാണ് ഇവർ നമുക്ക് തരുന്നത്. അതിൻ്റെ ഈ കുലകളുണ്ടാക്കുന്നത് പ്രത്യേക പരിചരണത്തിലൂടെ വളരെ വിശുദ്ധമായ രീതിയിൽ. അതായത് അരുൺകുമാർ, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെങ്ങാലിക്കോടൻ കുലകളാണ് പ്രധാനമായും കാഴ്ചക്കുലകൾക്കായിട്ട് എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഭക്തരിങ്ങനെ നിരനിരയായിരിക്കുകയാണ്. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കാഴ്ചക്കുല സമർപ്പണത്തിനായിട്ട് എത്തി. ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത് കാഴ്ചക്കുല സമർപ്പണം. ഈ കാഴ്ചക്കുലയായി ലഭിക്കുന്ന നേന്ത്രപ്പഴങ്ങൾ നാളെ രാവിലെ ഭഗവാന് വലിയ രീതിയിലുള്ള സദ്യ ഒരുക്കുന്നുണ്ട്. വലിയ പഴപ്രഥമൻ ഉണ്ടാക്കുന്നത്. ആ പഴപ്രഥമനാണ് ഒരു നേന്ത്രക്കായയുടെ വലിപ്പമുള്ള പഴമാണല്ലേ? നേന്ത്രക്കായയുടെ അത്രയും വലിപ്പമുണ്ടതിന്? തീർച്ചയായിട്ടും നേന്ത്രക്കായ തന്നെയാണ്. പക്ഷേ അത് പ്രത്യേകം ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇതിനൊരു ഭംഗിയുണ്ട്. നമ്മൾ സാധാരണ നേന്ത്രക്കൊലയെ പോലെയല്ല. ഇത് ഈ ചെങ്ങാലിക്കോടൻ കുലകൾ തയ്യാറാക്കുന്നത് നേരത്തെ ആ ഒരു ഭക്തൻ പറഞ്ഞ പോലെ തന്നെ വലിയ പരിചരണമുണ്ട്. അത് കൃഷി ചെയ്യുന്നവർ അത് പ്രത്യേകം ചെങ്ങാലിക്കോടൻ കൃഷി ഒക്കെ പ്രത്യേക രീതിയിൽ പരിചരിച്ച് ചെയ്യുന്നതാണ്. അതിന് ഭൗമസൂചികയുടെ പട്ടികയിൽപ്പെട്ടത് കൂടിയാണെന്നതാണ് കാർഷിക സർവകലാശാല ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനങ്ങളൊക്കെ നടത്തുകയും പിന്നീട് അത് ചെങ്ങാലിക്കോടൻ ഭൗമസൂചിക പട്ടികയിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ ചെങ്ങാലിക്കോടനാണ് പ്രധാനമായും ഭഗവാന് ഈ ദിവസം സമർപ്പിക്കാനായിട്ട് ഭക്തർ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള കുലകളൊക്കെ ഉണ്ട്. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഈ കുലകളെ കൊണ്ടാൽ പ്രത്യേക ഒരു ഭംഗിയുണ്ട്, അഴകുണ്ട്. ഇത്തരത്തിൽ തയ്യാറാക്കിയ പ്രത്യേക കാഴ്ചക്കുലകളാണ് സമർപ്പിക്കുന്നത്. ഇപ്പോൾ നാളെ ഭഗവാൻ വലിയ സദ്യയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ, ഓണസദ്യയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തിന്റെ ചുറ്റും ഈ ചെങ്ങാലിക്കോടൻ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ ക്യൂ പോവുകയാണ്. ചെങ്ങാലിക്കോടൻ വിൽപ്പനയ്ക്ക് പുറത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആളുകൾ വാങ്ങിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നൊക്കെ ചെങ്ങാലിക്കോടൻ വാങ്ങിച്ച്. ഇപ്പം ഈ കാഴ്ചക്കുല സമർപ്പണത്തിന്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ കാഴ്ചക്കുല സമർപ്പണത്തിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ, ഒരു വാമനാവതാരം ഉണ്ടായല്ലോ. അതായത് ഒരു വാമനാവതാര സമയത്ത് വാമനമൂർത്തി ക്ഷേത്രമുണ്ട് തൃക്കാക്കര.
ആ തൃക്കാക്കര വാമനമുത്തീശ്വര പണ്ട് ആൾക്കാർ വന്നാലേ ഭഗവാന് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അന്ന് എന്തുണ്ടായിച്ചാൽ അന്ന് മേശാന്തി ഒരു വയസ്സായുള്ള ആളായിരുന്നു. അപ്പോൾ അയാൾക്കൊരു വാഴങ്കന്ന് കിട്ടി 3 മാസം മുമ്പ്. ആ വാഴങ്കന്ന് വെച്ചു, അങ്ങനെ വലുതായി. അപ്പോൾ ഉത്രാടത്തിന് അത് കൊടുക്കാൻ ഭഗവാനാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ അന്ന് ഈ വരുമാനമൊന്നുമില്ലല്ലോ. അപ്പം അന്ന് ഒന്നും വേണ്ടാന്ന് വെറുതെ രാവിലെ വന്ന് ഉത്രാടത്തിന് വെട്ടി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ചെറിയൊരു പഴയുള്ളൂ, ചെറിയൊരു പഴം. ഈ ചെറിയൊരു പഴം കണ്ടപ്പോൾ തടപ്പുള്ളിയിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ആരും കായക്കൽ വെട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഗുരുവായൂരപ്പ ഞാൻ എങ്ങനെ കൊടുക്കുക ചിന്തിച്ചു. നോക്കുമ്പോൾ തടപ്പുള്ളിയിൽ ചെറിയൊരു പഴയുള്ളൂ, അത് ഭഗവാന് കൊടുത്തു. അപ്പോൾ എൻ്റെ നേത്രം കൊണ്ട് കണ്ടിട്ട് ഇതിനെ വലിയ പഴയാക്കി മാറ്റം പറഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ യന്ത്രപ്പഴം. ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ എല്ലാ ക്ഷേത്രം, അതായത് പ്രളയത്തിന് ശേഷം മലബാർ ഏരിയയിലെ വിഗ്രഹങ്ങളൊക്കെ ശ്രീകൃഷ്ണ കാലത്ത് ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളാണ്. അത് ഓരോ ദിക്കിലും പല ഭാവത്തിലാണ്. അതായത് 16,108 ഗോപികമാർ പൂജിച്ച വിഗ്രഹങ്ങളാണ് ഓരോ സ്ഥലത്തും ഓരോതും. അപ്പോൾ ഈ ഉത്രാട കാഴ്ചകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഭഗവാന് നമ്മൾ ഉപയോഗിച്ചാൽ അത് പണ്ട് ചെറിയ പഴയുള്ളൂ, ഈ നേത്രം കൊണ്ട് നോക്കിക്കൊണ്ടാണ് ഇത് നേന്ത്രപ്പഴായി മാറി തന്നെ. അതാണ് അതിൻ്റെ. അങ്ങയുടെ പേരെന്താ? ഞാൻ ഗുരുവായൂർ മണിയാണ്ട വാര്യർ ഭാഗവതാചാര്യൻ. ഇപ്പൊ അരുൺകുമാർ എന്തെങ്കിലും ഇദ്ദേഹത്തോട് സമയം ചോദിക്കാനുണ്ടോ? ഐതിഹ്യമാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞു വന്നത്. അതെ അതെ, കഥ വളരെ വ്യക്തമായി, നല്ല കഥയാണ്. അതിന് പിന്നിലുള്ള ആ അനുഭവവും കൊള്ളാം. അപ്പോൾ ഉത്രാട കാഴ്ചക്കുല സമർപ്പണമാണ്, അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അതറിയാത്തവർക്കായി കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ജേസൺ. ആ കാഴ്ചകളൊക്കെ ഗംഭീരമാണ്, പ്രതികരണങ്ങളൊക്കെ തേടൂ. ഞാൻ അല്പസമയത്തിനുള്ളിൽ മറ്റു പ്രതികരണങ്ങളിലേക്ക് കൂടി വരാം. ഞാനൊന്ന് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോയി വരാം. ജേസൺ, ഗുരുവായൂരിൽ ഐശ്വര്യപൂർണ്ണമായ കാഴ്ചയോടുകൂടിയാണ് നമ്മുടെയും ഉത്രാട ദിനം ആരംഭിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് ഗുരുവായൂരിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. ഉത്രാട ദിനത്തിനും നല്ല തിരക്കാണ് ഗുരുവായൂരിൽ.